എല്ലാ പ്രേക്ഷകർക്കും നേര് അറിവ് അനുഭവത്തിലേക്ക് സ്വാഗതം. എഴുത്തുകാരനും ചിത്രകാരനും അധ്യാപകനുമായിരുന്ന ഡോക്ടർ ലാൽ രഞ്ജിത്താണ് ഇന്നത്തെ നേര് അറിവ് അനുഭവത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. സുനാമി കാലത്ത് മാലിദ്വീപിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു ലാൽ. ഇദ്ദേഹത്തിന്റെ കീനേറെങ്കളു എന്ന പേരിലുള്ള മാലിദ്വീപ് അനുഭവങ്ങൾ മാതൃഭൂമി ബുക്സ് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ചിത്രകലാരംഗത്ത് ഇന്ത്യക്ക് അകത്തും പുറത്തും 100-ൽ പരം എക്സിബിഷനുകൾ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നേപ്പാളിൽ നടന്ന നേപ്പാൾ ആർട്സ് ഫെസ്റ്റിവലിൽ ഗോൾഡ് മെഡൽ പുരസ്കാരം ലാൽ രഞ്ജിത്തിന് ലഭിച്ചു. ഇപ്പോൾ കോഴിക്കോട്ടെ ഗവൺമെന്റ് നടക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനും കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ മാലിദ്വീപ് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. സുനാമി കഴിഞ്ഞുള്ള ഒരു കാലത്താണ് ഞാൻ റിപ്പബ്ലിക് ഓഫ് മാൽദീവ്സ് അല്ലെങ്കിൽ മാലിദ്വീപ് എന്ന ദ്വീപസഞ്ചയത്തിലെത്തുന്നത്. എത്താൻ കാരണമുണ്ട്. ആ സമയത്ത് ഈ സുനാമി അടിച്ചിട്ട് ഒരുപാട് പേര് ജോലി വിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. കുറേ പേര് മരിച്ചു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഓപ്പർച്യൂണിറ്റി തേടി പോകുന്ന യുവാക്കൾക്ക് അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അവിടെ എത്താനുള്ളൊരു മാർഗ്ഗമായിരുന്നു. അങ്ങനെ ഞാനവിടെ എത്തുന്നത്. ഇവിടുന്ന് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു ടെലിഫോണിക് ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ എത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് പണ്ട് ഈ നെറ്റ്വർക്കും മൊബൈലും അങ്ങനെ ഒന്നുമില്ലല്ലോ. എത്രയാണ് നമ്മളിപ്പം അവിടെ പോയിട്ട് അതിനെപ്പറ്റി അറിയില്ല. എന്താണ് രാജ്യം, എങ്ങനെയാണ് അവിടെ ജോലി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അന്ന് അറിയുക എന്നത് വളരെ വളരെ കുറഞ്ഞു കിട്ടുന്നൊരു കാര്യമാണ് അറിവ്. അപ്പോൾ ഈ പരിപാടി പറയുന്ന പോലെ നേര് അറിവ് അനുഭവം ഒന്നും പറഞ്ഞു തരാൻ ആളില്ല. അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ പലപ്പോഴും എക്സ്പാട്രിയേറ്റ് എന്ന വേർഡ് ഞാൻ കേൾക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ പേരാണ് എക്സ്പാട്രിയേറ്റ്. അത് വല്ലാത്തൊരു സ്വത്വബോധം നമുക്ക് തരും. നിങ്ങൾ പുറത്തുനിന്ന് വന്ന ഒരാൾ എന്ന് നമ്മളെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അടുത്ത ഭാഷ ദ്വിവേദിയാണ്. അപ്പം ഇവിടുന്ന് പോകുമ്പം നമ്മൾ ക്യാഷ് നമ്മളെ ഇന്ത്യൻ റുപ്പീസല്ലേ ഉള്ളൂ. അതുകൊണ്ട് പോകണം. അത് അവിടെ നിന്ന് പോയിട്ട് ചേഞ്ച് ചെയ്യണം. ആദ്യം ഡോളറിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പം ഇതൊക്കെ ഒരു ആദ്യത്തെ അനുഭവം ആകുമ്പം ശരിക്കും വല്ലാത്ത ഒരു ഭ്രമമായിരുന്നു. എന്താ പറയുക, നമുക്കിപ്പം അവിടെ എത്തി എയർഡ്രോമിൽ എത്തുമ്പോഴേക്കും ഏജൻസൊക്കെ വരും. പക്ഷേ എന്നാലും നമ്മൾ രാജ്യത്തിൽ ആദ്യമായിട്ടൊരു ഔട്ട്സൈഡ് കൺട്രിയിൽ എത്തുമ്പോൾ എല്ലാ പ്രവാസികൾക്കും ഉണ്ടാകുന്ന പോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ തന്നെ. അപ്പോൾ നമുക്ക് കൺവേർഷൻ പ്രശ്നം വരും. പുതിയ നോട്ടുകൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പരിചിതമായ ഒരു ലോകത്തൊന്നും ഒട്ടും പരിചിതമില്ലാത്ത അല്ലെങ്കിൽ അപരിചിതമായ ഒരു ലോകത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, അതെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ഒരു കഴിവ്. പക്ഷെ ഞാൻ ശരിക്കും ഒരു പരാജയമായിരുന്നു അതിൽ. കാരണം എനിക്ക് നന്നായി പേടിച്ചു പോയിരുന്നു അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ മാറുന്നു. സിം കാർഡ് മാറ്റിയിടുന്നു, ആദ്യമായിട്ട് കോൾ ചെയ്യുന്നു. പെട്ടെന്ന് ഒരു ലാൻഡിങ് എന്ന് പറയുന്നത്, ഒരു ഫ്ലൈറ്റ് ലാൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലൈറ്റ് പോകുന്നത് കേട്ടോ. അതിന് മുമ്പ് പോയിട്ടില്ല. കാലം 2005. ഫ്ലൈറ്റൊക്കെ നമുക്ക് ആദ്യമായിട്ടാണ്. ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഓക്കെ. ലാൻഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വാണിംഗ് വരുമല്ലോ. ആ വാണിംഗ് നമ്മൾ നോക്കുമ്പം ശരിക്കും താഴത്ത് കടൽ മാത്രമേ ഉള്ളൂ. പാസിഫ് നമ്മൾ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കണ്ട സീൻസിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ലാൻഡ് ചെയ്ത് പോകുന്ന ഒരു വിമാനം അങ്ങനെ ലാൻഡ് ചെയ്ത് ഇറങ്ങുന്നത് ഒരു ദ്വീപിലേക്കാണ്. ആ ദ്വീപ് നമ്മൾ ദൂരത്തുനിന്ന് കാണില്ലല്ലോ. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇന്ത്യൻ ഓഷ്യനിലേക്ക് ഇങ്ങനെ ഇടിച്ചിറങ്ങാൻ പോകുന്ന ഒരു വിമാനത്തിൻ്റെ ഒരു ഫീലിംഗാണ് നമുക്ക് കാണുക. കുറച്ചുകൂടെ സമയമെടുത്ത് 2 റൗണ്ടൊക്കെ തെറ്റി കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു പൊട്ട് പോലെ ഒരു ദ്വീപ് കാണാം. ആ ദ്വീപ് മുഴുവൻ അവരുടെ എയറോഡ്രോമാണ്, വിമാനത്താവളമാണ്. അവിടുത്തെ ആ ഒരു ഏരിയ മുഴുവനാണ്. അപ്പം അവിടേക്ക് ലാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഫീലിങ്സിൽ അവിടെ എത്തിയെന്ന് പറയുന്ന പോലെ ഒരു ഫീലാണ് ലാൻഡ് ചെയ്യുന്നത്. ശരിക്കും വളരെ വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. ഒരുപാട് പേർക്കുള്ള അനുഭവമാണെങ്കിൽ പോലും അതൊരു ഐലൻഡിൽ ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വണ്ണായിരുന്നു. നമ്മൾ ഇന്ത്യൻ എയർലൈൻസ് തന്നെയായിരുന്നു വിമാനം. അപ്പം അവിടെ ഇറങ്ങി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പം ജസ്റ്റ് ഒരു ബോട്ട് അവിടെ നിന്ന് നേരെ മാലി ക്യാപിറ്റലിലേക്ക് പോകണം. മാലി ക്യാപിറ്റലിലേക്ക് പോകണമെങ്കിൽ അതൊരു ബോട്ടിലാണ്. ശരിക്കും ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചെറിയ ദൂരം, ഇപ്പം നമ്മളിപ്പോൾ ഒരു 2 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു. 2 കിലോമീറ്റർ ദൂരം ബോട്ടിൽ ബാഗൊക്കെ എടുത്ത് വെച്ച് കയറി നിന്ന് മുതൽ വന്നൊരു തരിപ്പുണ്ട് കൈക്ക്. ആ തരിപ്പ് അവിടുന്ന് പോകുന്ന വരെ എനിക്ക് മാറിയിട്ടില്ല. കാരണം ആ ഒരു കടലിൻ്റെ ഒരു തരിപ്പുണ്ടല്ലോ, എഞ്ചിൻ്റെ ഒരു ബോട്ടിൻ്റെ ഒരു വിറയലുണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കൽ അനുഭവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലും അതൊരു പ്രത്യേക ഫീലാണത്.
അവിടുന്ന് ആ ബോട്ടിൽ കയറിയിട്ട് അവിടെ എത്തി. നമ്മൾ അവിടെ ഒരു റൂമിലൊക്കെ ഉണ്ട്. അവിടെ ഒരു തലശ്ശേരിക്കാരൻ നടത്തുന്ന ഒരു പിന്നെ ഹോട്ടലുണ്ട്. ഭയങ്കര തമാശയാണ്. നമ്മൾ തലശ്ശേരിക്കാർ പൊതുവെ എല്ലാ നാട്ടിലും ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, എവിടെയുണ്ട്. അപ്പോൾ ഞാൻ മാലിയിലെത്തി അവിടെ നോക്കിയപ്പം ഒരു തലശ്ശേരി ഭാഷ കേട്ടപ്പോൾ ഒരു സമാധാനം. നമുക്കിങ്ങനെ ആദ്യം നഷ്ടപ്പെട്ടു പോവുക ഭാഷയാണല്ലോ. ഭാഷ പോയാൽ പിന്നെ നമുക്ക് ആകെ ഒരു ഇംഗ്ലീഷൊന്നും അത്ര വലിയ ഫ്ലുവൻ്റ് ഒന്നുമല്ല. അപ്പം ഇംഗ്ലീഷ് പറയാൻ പ്രയാസമായിരിക്കും. കുറേ പേര് ഹിന്ദി അറിയാവുന്നവർ ഹിന്ദിയൊക്കെ പറയും. നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും വലിയ നിശ്ചയമില്ലാത്തൊരു കാലമാണ്. അപ്പം മലയാളം കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ. അതും തലശ്ശേരിക്കാരെ ഭാഷ കേൾക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് വരുന്നതെന്ന് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ സന്തോഷമായി. അപ്പോൾ അവിടെ ഒരു അത്തമ്മ പാലസ് എന്നാണ് എൻ്റെ പേര്. ഇപ്പം അതുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞങ്ങൾക്ക് വലിയ സൗകര്യമായിരുന്നു. ആ ഒരു ഡോർമെറ്ററിയിലത്തെ 100 രൂപയ്ക്ക് നിൽക്കാൻ പറ്റുന്നൊരു സംവിധാനം. ഡോർമെറ്ററിയാണ്, റൂമിൽ നിൽക്കാനുള്ള കാശൊന്നുമില്ല. അപ്പം ഡോർമെറ്ററിയിൽ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ കിടക്കണം, നമ്മളവിടെ പോയി കിടന്നു. 2 ദിവസം ശരിക്കും ആ മാലി ക്യാപിറ്റൽ ഇങ്ങനെ മാലയെന്ന് തന്നെ പറയും. മാലിദ്വീപ്സിൻ്റെ ക്യാപിറ്റൽ മാലയാണ്. അത് ശരിക്കും ഈ മാലിദ്വീപിന് 2 ഭാഗമൊക്കെയാണ്, നോർത്ത് സൗത്ത്. നോർത്ത് കുറേ അലയൻസുകൾ, സൗത്തിലേക്കും കുറേ അലയൻസുകൾ. ഏകദേശം 3000-ഓളം അലയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് 100-150-300 ആൾക്കാരുള്ളൂ. നമുക്കിങ്ങനെ കുറച്ച് ദൂരം പോകണം. പക്ഷേ അത് എവിടേക്കാണ് എന്താണെന്ന് നമുക്കറിയില്ല. ജസ്റ്റ് അവിടെ ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എക്സ്പാട്രിയേറ്റ് എന്ന ഓഫീസ് പോകുന്നു. നമുക്ക് ഇന്ന സ്ഥലത്തേക്കാണ് എന്ന് പറയും. അപ്പോൾ നാളെയാണ് ഒരു വാഹനം. അപ്പം വാഹനത്തിൻ്റെ പേര് ഫെറി എന്നാണ്. അപ്പം നമുക്ക് ഫെറിയൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്കത് മൊബൈലിൽ നിന്ന് വന്നും. മൊബൈൽ ഫോണൊന്നുമില്ല. മൊബൈൽ ഫോൺ ഉണ്ട്, പക്ഷേ നമ്മളെ ഒരു ചെറിയൊരു ഫോണാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു സാധാരണ റെഗുലർ ഫോൺ. അത് തന്നെ എന്താ പറയുക, നമ്മളെ സാംസങ് ഒന്നൊക്കെ ഇറങ്ങുന്നേ ഉള്ളൂ. സാംസങ്ങിൻ്റെ ചെറിയ സെറ്റുകൾ വരുന്നേ ഉള്ളൂ. സാംസങ് ഒന്നും കമ്പനി ആയിട്ടില്ല. അപ്പം ചെറിയ സെറ്റുകളൊക്കെ സാംസങ് ആൾക്കാർ വാങ്ങില്ല. നമ്മളെ നോക്കിയ തന്നെയാണ് താരം. അപ്പം ആ ഒരു സെറ്റിൽ പിടിച്ച് നമുക്കൊന്നും കിട്ടാനൊന്നും വഴിയൊന്നുമില്ല. ആകെ നമ്പർ മാത്രം അടിക്കാൻ ഓപ്ഷനേ ഉള്ളൂ. അന്നൊരു കാർഡുണ്ട്, 10 നമ്പർ അടിച്ചിട്ട് വിളിക്കുന്നത്. നിങ്ങൾ ചിലപ്പം പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടാവും. പുതിയ ജനറേഷൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. 10 അടിച്ചിട്ട് ഒരു കാർഡ് കിട്ടും. 100 രൂപയുടെ 200 രൂപയുടെ കാർഡ് കിട്ടും. പ്രീപെയ്ഡ് കാർഡ് കിട്ടും. ആ കാർഡ് കുത്തി നമ്പർ അടിച്ചിട്ട് വിളി തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ തീർന്നവരെ വിളിക്കാം. അങ്ങനെയാണ് അതിന് ഓപ്ഷൻ. അപ്പോൾ വീട്ടിലേക്കെല്ലാം വിളിച്ചു. എന്നിട്ട് ഈ ഫെറിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഫെറി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വലിയൊരു കപ്പലോ എന്തോ ആണ്. ഫെറി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബോട്ട്, ഒരു കുറച്ച് വലിപ്പമുള്ളൊരു ബോട്ട് എന്ന് പറയാൻ അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പറഞ്ഞൊരു സംഭവത്തിൽ ഇരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. എങ്ങോട്ടാണ് പോകണതെന്ന് അറിയില്ല. ഈ പറഞ്ഞ പോലെ കടലിലേക്കാണ് പോണത്. എത്ര ദൂരം പോകണം, എത്ര സമയം എടുത്തിട്ട് അവിടെ എത്തും, അങ്ങനത്തെ നിശ്ചയങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ പോകുന്നു. ഇന്ന സ്ഥലത്തേക്കാണ് പോസ്റ്റിംഗ്. എനിക്കവിടെ കിട്ടിയത് ഷാവിയാനി അറ്റോൾ എന്ന് പറയുന്ന ഒരു അറ്റോളാണ്. അറ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കടലിനുള്ളിൽ ഐലൻഡുകൾ ഇങ്ങനെ റൗണ്ടായിട്ടുണ്ടാവും. ആ ഐലൻഡിൻ്റെ നടുവിൽ ഒരു ലഗൂൺ ഉണ്ടാവും. ഇത് ചേർന്നതിനെയാണ് അറ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുള്ളിൽ അടിയിലൊരു ബേസിൽ നിന്നൊരു കണക്ഷൻ ഉണ്ടാവും ഈ കടലിൻ്റെ ഈ അറ്റോളുകൾക്ക്. അപ്പോൾ ഒരു റൗണ്ടിൽ ഈ പൊന്തി നിൽക്കുന്നതൊക്കെ എന്തായി മാറും, പവിഴപ്പുറ്റ് ദ്വീപുകളാണ്. പവിഴപ്പുറ്റിന് അടിയിൽ നിന്ന് ഇങ്ങനെ പവിഴപ്പുറ്റ് അറിയില്ല, പവിഴപ്പുറ്റിന്ന് പൊന്തി വന്ന ദ്വീപുകളാണ്. അപ്പോൾ അവിടെ മോൾ ഭാഗത്ത് ഈ റൗണ്ടിൽ നിൽക്കുന്ന അറ്റോളിൻ്റെ നടുവിൽ എന്താണ് ഒരു ലഗൂൺ പോലെ കടലുണ്ടാവും. വളരെ ശാന്തമായ കടലായിരിക്കും. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കളറായിരിക്കും. വൈബ്രൻറ്റ് കളേഴ്സൊക്കെ ഉള്ള കളറായിരിക്കും. മനോഹരമാണ് കാഴ്ച കേട്ടോ. ഞാൻ പറയാം. അപ്പം അവിടേക്കാണ് പോകേണ്ടത്. പക്ഷേ എത്ര ദൂരം പോകണമെന്നൊന്നും അറിയാത്തതുകൊണ്ട് ആരോട് ചോദിക്കാനില്ല. ഒരു 6 മണിക്കൂർ എന്നൊക്കെ പറയും. ഓക്കെ. അപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങനെ ചോദിച്ചു എന്തൊക്കെയാണ് സ്ഥിതി, അവിടുത്തെ കൂടെ ആരുമില്ല. അപ്പോൾ ഉള്ളിൽ കയറി ഇരുന്നൊരു വല്ലാത്ത സ്മെല്ലാണ്. നമ്മളെ ബോട്ടിലൊക്കെ കൊറിയുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം വല്ലാത്തൊരു എന്താ പറയുക, നമുക്കൊരു ഫീൽ ബാഡായിട്ടുള്ളൊരു സ്മെല്ലാണ് അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടെ കയറി ഇരിക്കുന്നു. യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ദൂരമൊക്കെ നമ്മളിങ്ങനെ ബാക്കിൽ മാലി എന്നൊരു സ്ഥലമുണ്ട്, മനസ്സിലാവും. കുറച്ച് കാലം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും വാസ്റ്റ് ഓൾചെയിനാണ്. പിന്നെ നമ്മളൊന്നും കാണില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും നമുക്ക് പുറത്തേക്ക് നോക്കാനുള്ള ചെറിയ വാതിലുകളൊക്കെ ഉള്ളൂ. ഒരുപാടൊന്നും കാണാൻ ചാൻസ് ഇല്ല. ചെറിയ ക്ലാസ്സിലൂടെ കാണാം നമുക്ക്. പോകുന്ന വഴിയിൽ 2 ചാനലുണ്ട്. കേട്ടിട്ടുള്ളൂ. ചാനൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് കേട്ടിട്ടുള്ളൂ. ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കപ്പൽ പാതകളാണ്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര വേവ്സ് ആയിരിക്കും. അവിടുന്ന് ആ ഒരു ടർബുലൻസിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ട് ആടി ഒലഞ്ഞ് അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ് ശരിക്കും. നമുക്ക് അപ്പോൾ ഒരു ചെറിയ ഭക്ഷണമൊക്കെ തരും, ചെറിയൊരു സ്നാക്സൊക്കെ അവർ തരും. അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഓപ്ഷനൊന്നുമില്ല, ചോദിക്കാനുമില്ല. കടലിലൂടെ പോകുന്നതിന് പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കടൽ നമ്മൾ പറയില്ലേ, കടലിൻ്റെ ഒരു വാസ്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമായ കാഴ്ചകളാണ് ശരിക്കും കടൽ എന്ന് പറഞ്ഞ് സമ്മാനിക്കുന്നത്. ഒരു ഭാഗത്ത് തിരയടിച്ച് കളകുന്ന കടലായിരിക്കും. അത് ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ വളരെ പീസ്ഫുള്ളായിട്ടുള്ള പോണ്ട് ലൈക്ക് എന്ന് പറയുന്ന ഒരു സീ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്ത് തന്നെ അവിടെ എത്തിയ കഥ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പറയാം.
ബോട്ടിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. എന്തായാലും അവിടെ എത്തിയിട്ട് അവിടുത്തെ രസം എന്ന് വെച്ചാൽ അവിടെ ലാൻഡ് ചെയ്ത് ഈ ഫെറി അങ്ങോട്ട് അടുക്കില്ല. അപ്പോൾ ഫെറി കുറച്ച് ദൂരത്ത് വന്ന് നിർത്തും. ഈ ഫെറി എന്ന് പറഞ്ഞാൽ ബോട്ട് കുറച്ച് ദൂരത്ത്. എന്നിട്ട് നമ്മൾ ചാടിയിട്ട് ഒരു ചെറിയ ബോട്ടിലേക്ക് ഇറങ്ങണം. ചെറിയ ബോട്ടിലേക്കെല്ലാം എൻ്റെ അടുത്ത് വലിയ ബാഗൊക്കെ ഉണ്ട്, ട്രോളി വലിയ ബാഗ്. നമുക്ക് ബാഗൊക്കെ വലിച്ച് വെച്ച് അതിനുള്ളിൽ കയറി ഇറങ്ങി കുറച്ച് ദൂരം ബോട്ടിലേക്ക് ഇങ്ങനെ സ്പീഡ് ബോട്ടിലാണ്. സ്പീഡ് ബോട്ട് പോകുമ്പോൾ ശരിക്കും നമ്മൾ ഒട്ടും കംഫർട്ടബിൾ അല്ല. കുറേ പേര് കയറിയിരിക്കും. നമ്മൾ ഈ ഓട്ടോറിക്ഷയിലൊക്കെ ഒരുപാട് പേര് കയറിയിരുന്നുണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ട് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തും. രാത്രി ഒരു സന്ധ്യാസമയം. ഒരു പിടിയില്ല എങ്ങനെയാണ് അവിടെ, പിന്നെ ആരും അറിയുമൊന്നുമില്ല. അവിടെ ആരും നിൽക്കുന്നതും അറിയില്ല. സ്കൂളിൽ നിന്നൊക്കെ ഒരാൾ വരുന്നൊക്കെ പറയണ്ടായിരുന്നു. ഒരു പ്രത്യേക ലോകം. ഞാനിങ്ങനെ ചുറ്റും നോക്കിയാണ് ഈ ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്ന ചില സീൻസിൽ പോലുള്ളൊരു മങ്ങിയ ആകാശം, ആൾക്കാരിങ്ങനെ കുറേ പേരിങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം. അവിടേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു. പിന്നെ അവിടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് പറഞ്ഞു, എന്നാൽ സ്കൂളിലേക്ക് പോകാൻ പറയുന്നു. അങ്ങനെ സ്കൂളിൽ പോയപ്പോൾ ആരും സ്വീകരിക്കാനൊന്നുമില്ല. അവിടെ ഒരു ഓഫ് ഡേ കഴിഞ്ഞതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത്. ആ സീനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവിടെ പിന്നെ ഞാനിവിടുന്ന് ടീച്ചർ ട്രെയിനറൊക്കെ ആയിട്ടാണ് പോകുന്നത്. അധ്യാപകനെയും നമ്മളെ കുട്ടികളെയും ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് അധ്യാപക അനുഭവമൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടുത്തെ സീന് എല്ലാം വ്യത്യസ്തമായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു ലോകമാണ്. അധ്യാപക അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ അവിടുത്തെ അധ്യാപനം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ടോട്ടലി ഡിഫറെൻ്റ് ഇൻ ദ സെൻസ്, നമ്മൾ പിന്നെ എന്താ പറയുക, ഇപ്പം പഠിപ്പിക്കുന്നതും ക്വാളിഫിക്കേഷനും തമ്മിലൊരു ബന്ധവുമില്ല. ചേട്ടാ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ ഡിഗ്രി ഉള്ള ഒരാളാണെങ്കിൽ ഇന്ന സാലറിയാണ് നിങ്ങൾക്ക്. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഗ്രേഡ് ഉണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. ഇപ്പം ഗ്രേഡ് 5 എന്ന് പറഞ്ഞാൽ ഹയറാണ്. നമുക്കിവിടെ ഗ്രേഡ് 1 ആണല്ലോ ഹയർ. അപ്പം നമ്മൾ ഗ്രേഡ് 4 ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഇത്തിരി താണ ജീവനക്കാരനാണ്, മീൻസ് പദവിയിൽ. അപ്പോൾ അവിടെ അങ്ങനെയല്ല. അവിടെ നേരെ തിരിച്ചിട്ട് ഗ്രേഡ് 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PhD ഹോൾഡർ ആണെങ്കിൽ ഗ്രേഡ് 5 ടീച്ചർ, PG ആൻഡ് BEd ആണെങ്കിൽ ഗ്രേഡ് 4, അങ്ങനെയാണ്. പക്ഷേ ഓപ്ഷനൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൽ വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഫസ്റ്റ് 10th എടുക്കാം, വേണമെങ്കിൽ പ്രൈമറി പോയി 2ാം ക്ലാസ്സിലെടുക്കാം. യു ക്യാൻ ഗോ ടു 5th സ്റ്റാൻഡേർഡ്, എനി ക്ലാസ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് നമുക്ക് തന്നെ തോന്നും, അതെന്താ അപ്പം അങ്ങനെ. അപ്പോൾ നമ്മളിവിടെ പോയിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റിൽ നിയമിതനായി കഴിഞ്ഞാൽ പിന്നെ അയാളെ ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അയാൾക്ക് താഴോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, മുകളിലേക്ക് തീരെ ഇറങ്ങാൻ പറ്റില്ല. അപ്പം പ്രൈമറിക്ക് ഇരുന്ന ഒരാൾക്ക് ഹൈസ്കൂൾ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരു സ്ഥലം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ UNDP ഫണ്ടൊക്കെയാണ് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസപരമായി ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു ഐലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഞാൻ പറയാൻ വിട്ടു. ആ ഐലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അറൗണ്ട് നമ്മളൊരു എന്താ പറയുക, ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ഒരു മാനാഞ്ചിറ സ്ക്വയറിൻ്റെ റൗണ്ട് ഏകദേശം 17 ഏക്കർ. യു ക്യാൻ ഇമാജിൻ ദാറ്റ്. ഓക്കെ, ഒരു 17 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊയിലാണ്ടി സിറ്റീൻ്റെ ചുറ്റും അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ഥലത്ത് ആണ് അവരുടെ ജീവിതം മുഴുവൻ ഉള്ളത്. 2000-ഓളം ആൾക്കാരുള്ളൂ താമസിക്കാൻ. കമ്മ്യൂണിറ്റി ബേസ്, റിലീജിയസ് ബേസ് പറയുകയാണെങ്കിൽ എല്ലാവരും മുസ്ലിം ആണ്. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ വലിയ കമാനുള്ള ചെറിയൊരു പള്ളി. വീടുകളൊക്കെ ചെറിയ ചെറിയ വീടുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പേസിലാണ് അവിടെ ജീവിക്കുന്നത്. അപ്പം ഈ 17 ഏക്കർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നടന്നങ്ങ് തീർന്നു പോകും. അത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലാണ് എനിക്കത് മനസ്സിലായത്. കാരണം ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു നടക്കാൻ ഇത്ര സ്ഥലത്ത് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകും എന്നൊക്കെ വിചാരിച്ച് നടക്കാൻ തുടങ്ങുന്ന ജസ്റ്റ് ഒരു 400 മീറ്റർ ഇങ്ങോട്ട് നടന്നാൽ കടലെത്തി. പിന്നെ അവിടുന്ന് ജസ്റ്റ് അപ്പുറത്തേക്ക് നടന്നാൽ അവിടെയും ഒരു 400 മീറ്റർ കടൽ, ഒരു 800 മീറ്റർ, 1 കിലോമീറ്റർ ഉണ്ടാവില്ല. ഒരു 800 മീറ്ററൊക്കെ എത്തുമ്പോഴേക്കും 2 ഭാഗത്തും കടൽ, 4 ഭാഗത്തും കടൽ, ചുറ്റും കടലിൻ്റെ ശബ്ദം മാത്രം. കൻ ഇമാജിൻ അങ്ങനൊരു ലൈഫ് നമ്മളിപ്പം പറയുമ്പം ഐലൻഡ് ലൈഫിൽ ഭംഗി, നമ്മളവിടെ ടൂറിസ്റ്റൊക്കെ ആയിട്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമൊക്കെയാണ്. പക്ഷേ ഗോയിങ് ഒരു ഇൻമേറ്റ് അവിടെ താമസിക്കാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരാൾ, ജോലി കിട്ടി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഈ കാഴ്ചകൾ, ആവർത്തനം, തിരകൾ, ശബ്ദം, സൺറൈസും സൺസെറ്റൊക്കെ ഒരേ സമയത്ത് കാണുക, ഒരേ സ്ഥലത്ത് കാണുക. വലിയ അത്ഭുതത്തിന് നമ്മൾ കന്യാകുമാരിയിലൊക്കെ നമ്മൾ ടൂർ പോകാറുണ്ടായിരുന്നു രണ്ടും കാണാനൊക്കെ വേണ്ടി. പക്ഷേ ഇത് രണ്ടും ഇരുന്നിടത്തും കാണാം. പക്ഷേ എന്ത് ബോറാന്ന് പറയുമോ ഡെയിലി കാണുന്നു. അത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മളിപ്പം എന്താ പറയുക, അവിടെ തന്നെ പോകണം. അവിടെ പോയി അനുഭവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവുള്ളൂ.
വിദ്യാഭ്യാസത്തിനടുത്തേക്ക് വന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ക്ലാസ് എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടി. അപ്പം ക്ലാസ് എടുത്ത് നമുക്ക് ടൈം ടേബിളൊക്കെ ഓക്കെ. പക്ഷേ എനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, അത് ഞാൻ പിന്നെ പറയാം. അപ്പം അവിടുത്തെ ഗുണം കണ്ട ഒരു കാര്യം, കുട്ടികളും അധ്യാപകരും ഭയങ്കര എന്താ പറയുക, ഒരു തരത്തിൽ അവരെ കുട്ടികളെ ശാസിക്കാൻ പാടില്ല, പണിഷ്മെൻറ്റ് തീരെ പാടില്ല, ശാസിക്കാൻ പോലും പാടില്ല. ഈവൺ യു കോൺ നോട്ട് സ്റ്റെയർ ദ, നിങ്ങൾ അവരോട് സൂക്ഷിച്ച് നോക്കാൻ പോലും പാടില്ല ദേഷ്യത്തോടെ. അപ്പോൾ അവർ ചോദിക്കും, വൈ യു ആർ ഐസ് റെഡ്, സാറെന്തെങ്ങനെ നോക്കണമെന്ന് ചോദിക്കും. സാറല്ല, അവിടെ സാറു എന്നാണ് പറയുക. എല്ലാവരും സാറുമാണ്. എന്തിനാ റൂ എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും. അപ്പം നോക്കാൻ പാടില്ല, ശിക്ഷ പാടില്ല. കുട്ടികളുടെ ഓപ്ഷൻ അത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളവിടെ ഇപ്പം വിഷയങ്ങൾ, ഇവിടെ നമുക്ക് വിഷയങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ വിഷയവും പഠിക്കണമല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് ഓപ്ഷൻ കൊടുക്കും. കുട്ടികൾക്ക് ഇപ്പോൾ ഏത് വിഷയം പഠിക്കണം എന്ന് വെച്ചാൽ അത് ആദ്യം ചേരുമ്പോൾ പറയില്ല, അവർക്ക് എല്ലാ വിഷയവും പഠിക്കാം. എന്നിട്ട് അവരോട് പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം സ്വീകരിക്കുക പറയും. അപ്പോൾ ആക്ച്വലി ടീച്ചേഴ്സിനുള്ള വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കുട്ടികൾ നമ്മളെ വിഷയം എടുത്തിട്ടില്ലെങ്കിൽ ഹൂസ് റെസ്പോൺസിബിൾ, നമ്മളാണ് കൊടുക്കുക. കാരണം ഞാനവിടെ എക്കണോമിക്സ് ടീച്ചറായിരുന്നേ. അപ്പം അവിടെ എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, ലോട്ട് ഓഫ് സബ്ജക്ട്സ് അത്. അപ്പം നമ്മുടെ സബ്ജക്ട്സ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ സബ്ജക്റ്റ് ആദ്യം എടുക്കണമല്ലോ, എന്നിട്ടല്ലേ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ സബ്ജക്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും. അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവിടെയാണ് നമ്മുടെ ചലഞ്ച് ചെയ്യപ്പെടുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കും. ഭയങ്കര തമാശയാണത്. അപ്പോൾ ഇവിടുന്നൊക്കെ നമ്മൾ പഠിപ്പിച്ച് പോയിട്ടുള്ള ഗുരു, നമ്മുടെ ഇവിടുത്തെ പിന്നെ ടീച്ചർ, ആ ഒരു കൺസെപ്റ്റൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു മ്യൂട്ടേഷൻ തന്നെ വേണം. പിന്നെ സഡൻ ചേഞ്ച് വേണം നമുക്ക് അവിടുന്ന്. ചിലർക്ക് ഇത് പറ്റില്ല, ചിലർ തളർന്നു പോകും. എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, ഒരു ശ്രീലങ്കക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒട്ടും പറ്റിയില്ല. അദ്ദേഹം തിരിച്ചു പോയി ഡീപ്പോർട്ട് ചെയ്യാമെന്ന് പറയും. അദ്ദേഹത്തിനെ വല്ലാതെ കളിയാക്കി അവർ വിട്ടു. നമുക്ക് മനസ്സിലാവില്ല അവരോട് എങ്ങനെ പെരുമാറണം. ആ കുട്ടികളോട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ ടീച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റിലോ അല്ലെങ്കിൽ ഒരു പഴയ ഒരു ടീച്ചർ ഗുരു കൺസെപ്റ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും, ശരിക്കും പെട്ടുപോകും. അപ്പോൾ അവിടുത്തെ ഈ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ടീച്ചേഴ്സ് തമ്മിൽ ഭയങ്കര ഫൈറ്റായിരിക്കും, ഒരു ഇൻറ്റേർണൽ ഫൈറ്റ് ആയിരിക്കും. ബിക്കോസ് ഞാൻ എൻ്റെ ഇത്ര നല്ല കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ റിസൾട്ട് നന്നാക്കണമെങ്കിൽ ഈ കുട്ടികൾ എൻ്റെ വിഷയം എടുക്കണം. അപ്പം ബിസിനസ് സ്റ്റഡീസിൻ്റെ ടീച്ചർ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല കുട്ടികൾ കിട്ടില്ല. അപ്പോൾ കുട്ടികളോടുള്ള റേപ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. കുട്ടികളെ അറിഞ്ഞ് നമ്മൾ ക്ലാസ് എടുക്കണം. ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈവനിങ്ങിൽ വന്ന് ക്ലാസ് എടുക്കണം. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നന്നായി വർക്ക് ചെയ്യും. കാരണം നന്നായി പ്രാക്ടീസ് ചെയ്യും, നന്നായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യും, ഒരുപാട് വായിക്കും. വാസ്റ്റ് ലൈബ്രറി ഉണ്ട്. ഇറ്റ് ഈസ് ഒരു അറ്റോൾ എഡ്യൂക്കേഷൻ സെൻറ്റർ ആയിരുന്നു അത്. അറ്റോൾ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ കുറേ സ്കൂൾസിൻ്റെ, നമ്മളിപ്പോൾ ഒരു ഡയറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു സ്ഥാപനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഒരു 3-4 ബിൽഡിംഗ് ഉണ്ട്. ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് അതാണ്. ആ ഒരു ചെറിയ സ്ഥലത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗാണ്. അപ്പം വാസ്റ്റ് ലൈബ്രറി ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ നേരം സമയം. അപ്പം സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ 7 മണി മുതലാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ സമയമാറ്റത്തെ കുറിച്ചൊക്കെ ചർച്ച നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എത്ര നല്ല സമയമാണെന്ന് അറിയാം. 7 മണി മുതൽ 1 മണി വരെ ക്ലാസ്. കുട്ടിക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക. അപ്പം 7 മണിക്ക് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 hour ഓരോ പീരീഡല്ല 1 hour. അപ്പം 1 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്. അപ്പോൾ 4-5 ക്ലാസ് നമുക്കുണ്ടാവും. അപ്പം ഒരു ക്ലാസ് കഴിഞ്ഞും പിന്നെ കുട്ടികൾ നമ്മളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അപ്പം അതിന് റിസൾട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ ആയിരിക്കും, എവിടെ നിന്നാണ് ഇത് മനസ്സിലായത്? നമ്മൾ ക്ലാസ്സിലാരും വിസിറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഒബ്സർവ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ മേലുദ്യോഗസ്ഥന്മാരറിയും. അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നേറ്റീവ് ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പം എക്സ്പാർട്ട് ടീച്ചേഴ്സ് ഉണ്ട്, നേറ്റീവ് ടീച്ചേഴ്സ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ, ടീച്ചേഴ്സിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. മീൻസ് നമ്മളെ സൂപ്പർവൈസേഴ്സ് എന്നാണ് പറയാം. ഓക്കെ, സൂപ്പർവൈസേഴ്സ്. അപ്പം അക്കാഡമിക് സൂപ്പർവൈസേഴ്സ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ അക്കാഡമിക് സൂപ്പർവൈസേഴ്സ് ഒരു 5 അധ്യാപകർക്ക് ഒരു അക്കാഡമിക് സൂപ്പർവൈസർ ഉണ്ടാവും. അപ്പോൾ സൂപ്പർവൈസറുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമുക്കെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. വാട്ട് എവർ തിങ്സ് യു വോണ്ട്, യു വിൽ പ്രൊവൈഡ് എവറിത്തിങ്. ബിക്കോസ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ടീച്ചിനോട് എഴുതി നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ദീസ് തിങ്സ് വർ നീഡഡ് എന്ന് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ, മോർണിംഗ് ആകുമ്പോൾ നമ്മളെ ടേബിളിൻ്റെ മുകളിൽ എവറിത്തിങ് ഈസ് ഫൈൻ ആൻഡ് ഗുഡ്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പ്രിൻ്റ് ഔട്ട്സ് ഉണ്ടാവും, എന്തെങ്കിലും മെറ്റീരിയൽസ് നീഡഡ് ഉണ്ടാവും, എല്ലാം അവർ ചെയ്ത് തന്നെ ഉണ്ടാവും. പക്ഷേ അതേ സമയത്ത് തന്നെ ഇവർ നമ്മൾ മോണിറ്റർ ചെയ്യും. അതാണല്ലോ എൻ്റെ. അപ്പോൾ അവർ മോണിറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ് അവരൊന്ന് ഒബ്സർവ് ചെയ്യും. അവർ പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നോക്കും. പക്ഷേ ഇതൊന്നും അല്ലാതെയും ഈ വിവരങ്ങൾ പോകുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഈ ടീച്ചേഴ്സിൻ്റെ മുകളിൽ ടീച്ചേഴ്സിൻ്റെ മുകളിൽ സൂപ്പർവൈസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ HMs എന്നാണ്. HMs എന്നാൽ 2-3 HMs ഉണ്ടാവും. ഈ സൂപ്പർവൈസർ 4-5 സൂപ്പർവൈസർമാർക്ക് ഒരു HM ആയിരിക്കും. അങ്ങനെ HMസിൻ്റെ ഹെഡ് മാസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അതിൻ്റെ മുകളിലാണ് പ്രിൻസിപ്പൽ തന്നെ പോസ്റ്റ്. അപ്പോൾ ഹയർ പ്രിൻസിപ്പളാണ് അതിൻ്റെ ടോപ്പ്.
ഒരു ഐലൻഡിൽ ഐലൻഡ് ഓഫീസർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പവർഫുൾ മാൻ ഇവിടുത്തെ പ്രിൻസിപ്പളായിരിക്കും. അപ്പോൾ പ്രിൻസിപ്പലിന് താഴെ എച്ച് എമ്മിന് താഴെ സൂപ്പർവൈസറിന് താഴെ ടീച്ചേഴ്സ്. അപ്പോൾ കുറേ ലെയർ ഉണ്ട്. അപ്പം ഈ ഓരോ ലെയറിലും നമ്മൾ എവാലുവേറ്റ് ചെയ്യപ്പെടും. അപ്പം അതൊരു വലിയ സംഭവമാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു പ്രോബ്ലം പറ്റിയ ക്ലാസ്സിൽ ഞാനൊരു ദിവസം ക്ലാസ്സിലിങ്ങനെ അന്ന് വയ്യാണ്ടായി, നമുക്കിങ്ങനെ ടയേർഡാവുമല്ലോ. അപ്പം ലാസ്റ്റ് പീരീഡൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് ഇരുന്നിട്ട് ഞാൻ നോട്ട്സ് കൊടുത്തപ്പം വൈകിട്ട് തിരിച്ചെത്തുമ്പോഴേക്കും പെട്ടെന്നൊരു കോൾ വന്ന് വിളിച്ചു. ആരാ വിളിക്കുന്നത്? പ്രിൻസിപ്പളാണ് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ടായി, ഇത്രയും പ്രിൻസിപ്പളൊക്കെ വിളിക്കണമെങ്കിൽ എന്താ. അപ്പോൾ നോക്കുമ്പോൾ കംപ്ലയിൻറ്റ്സ് വന്നു, ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് നോട്ട് കൊടുത്തു എന്നുള്ള കംപ്ലയിൻറ്റ് വന്നു. അത് സൂപ്പർവൈസറുടെ അടുത്ത് എച്ച് എമ്മിൻ്റെ അടുത്തും പ്രിൻസിപ്പളുടെ എത്തി കഴിഞ്ഞു. അപ്പം അവിടെ പോയി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓക്കെ, വേറെ കാര്യമൊന്നുമില്ല, ഓക്കെ സാർ വിൽ നോട്ട് റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോരും നമ്മൾ. അപ്പോൾ അത് എങ്ങനെയാണ് അവിടെ എത്തുന്നത്? നമ്മൾ സൂപ്പർവൈസറൊന്നും വന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അവിടെ ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ട്. അതിൻ്റെ പേര് പ്രിഫെറ്റ്സ് എന്നാണ്. പ്രിഫെറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻ്റർനാഷണൽ സ്കൂളിലുള്ള സിസ്റ്റമാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഈ തരത്തിൽ ഉപയോഗപ്പെടുന്നത്. അത് മൊത്തം സ്കൂളിൽ പിന്നെ കുറച്ച് കുട്ടികളെ അവർ പ്രിഫെറ്റ്സ് ആയിട്ട് എടുക്കും. അപ്പോൾ ആ കുട്ടികൾ പിന്നെ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് അറിയിക്കും. കുട്ടികൾ ഏതാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. കുട്ടികൾക്കും ചുറ്റും അവർക്കും അറിയില്ല ആരാണെന്നുള്ള കാര്യം. അപ്പോൾ അവരൊരു സീക്രട്ടായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് ഏത് കുട്ടിയാണ് നമ്മളെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് കറക്റ്റ് റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനായിരിക്കും ക്ലാസ് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഭയങ്കര വിജിലൻ്റ് ആയിരിക്കും. ഇൻ ദ സെൻസ് ഒരു ക്യാമറേൻ്റെ മുന്നിൽ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കില്ലേ, അതുപോലെ ഒരു വിജിലൻസി തന്നെ ഉണ്ടാവും. അപ്പം അതാണ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടത് പോയിട്ട്. പിന്നെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഒരു ഗുരുവിനെ നമ്മളങ്ങോട്ട് കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമാണ്. കാരണം നമ്മളുള്ളിലുള്ള ആ ഒരു ഗുരുബോധം അവിടെ പോയിട്ട് നമ്മളിവിടെ ഇപ്പോൾ പരീക്ഷയൊക്കെ എത്ര ക്രൂരമായിട്ട് നമ്മൾ നടത്തുന്നതെന്ന് അറിയും അല്ലേ. ശരിക്കും പട്ടാള ക്യാമ്പിലൊക്കെ നടക്കുന്ന പോലെയാണ് ടീച്ചേഴ്സ് നടക്കുന്നത്. ഞാൻ ഈ അടുത്ത ഒരു സ്ഥലത്ത് പോയപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം അവർ ഭയങ്കര കൈയടിച്ചിട്ട് അവർ കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞു, സാർ അത് നല്ല പരിപാടിയാണ്. എന്താ അറിയുക പരിപാടി? ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ പരീക്ഷ ഹാളിൽ ഉള്ളിലേക്ക് വരാൻ പാടില്ല. ദേ ഷുഡ് സ്റ്റുഡ് ഔട്ട് സൈഡ്. അപ്പോൾ അവർക്കൊരു സീറ്റ് പുറത്തിട്ടിട്ടുണ്ടാവും ഡോറിൻ്റെ അടുത്ത്. അവിടെയാണ് അവരെന്നിരിക്കേണ്ടത്. അവർക്ക് എന്നിട്ടിപ്പോൾ അവർക്കിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ആ സമയത്ത് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വന്നിരിക്കും, ഡോറിൻ്റെ അടുത്ത് വന്നിരിക്കും. കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. അവരെ നമ്മളിങ്ങനെ നടന്ന് നോക്കി അങ്ങനത്തെ ഇവിടുത്തെ ആ നോട്ടങ്ങളൊന്നും പാടില്ല. ഇവിടെ ഇങ്ങനെ പോലീസുകാർ നടക്കണ എന്താന്നൊക്കെ നോക്കി വേണമെങ്കിൽ പേപ്പറൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കിയൊക്കെ അവരിങ്ങനെ എന്തൊക്കെ തരത്തിൽ അവരെ ഹറാസ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോഴാണ് ആലോചിച്ചത്. അവിടെ പോയതിന് ശേഷം മനസ്സിലാക്കിയത്. അതെനിക്ക് വളരെ നന്നായി തോന്നിയ കാര്യമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പരീക്ഷ പേപ്പറൊക്കെ വേണമെങ്കിൽ നമ്മളെന്താ ചെയ്യുക, വിളി അങ്ങനെയൊന്നുമില്ല. അവരിങ്ങനെ കൈവന്തിക്കും. നമ്മൾ ജസ്റ്റ് ശബ്ദം നിർക്കാതെ പോയി പേപ്പർ അവിടെ കൊടുക്കണം, തിരിച്ചു പോയാൽ നാളെ സ്ഥലത്തിരിക്കണം. പിന്നെ കുട്ടികൾ നോക്കി എഴുതുക എന്നുള്ളൊരു സംഭവം അവിടെ ഇല്ല. കാരണം ഒറ്റ കാര്യം കൊണ്ടാണ്, നോക്കി എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യ പേപ്പർ അല്ല അത്. കുട്ടികൾക്ക് സ്വന്തമായി പഠിച്ചാൽ മാത്രം എഴുതാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ്. ഒരിക്കലും ഒരാളുടെ ചോദ്യം വേറെ ആൾക്ക് എഴുതി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നോക്കുക എന്നുള്ള പരിപാടിയോ അല്ലെങ്കിൽ ഒരു മാൽ പ്രാക്ടീസ് നിർത്തുക എന്നുള്ള പരിപാടിയോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സംവിധാനം വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവം എനിക്ക് തോന്നിയത്, ഈ ഒരു പോലീസിങ് എക്സാം ഹാളില്ല എന്നുള്ളത്. അതൊരു വെറൈറ്റി ആയിരുന്നു കണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ വർഷം ഹൈസ്കൂളാണ് ക്ലാസ് എടുത്തെങ്കിൽ യു ക്യാൻ ചേഞ്ച് ടു അനദർ ക്ലാസ്, നോ പ്രോബ്ലം. ഏത് സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പം ക്ലാസ് എടുക്കുകയാണ്, ഞാൻ സെക്കൻഡ് ടേമിൽ ഞാൻ അതിലേക്ക് മാറിപ്പോൾ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ നമ്മളിവിടുന്ന് നമുക്കൊക്കെ ഒരു പൈതൃകം എന്നൊരു സംഭവം ഉണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കേട്ടറിവുകൾ, ഏകലവ്യൻ്റെ കഥകൾ, അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംസ്കാരത്തിലൊരു ഗുരു ഉണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ അതില്ല. അവിടെ അധ്യാപകർക്ക് റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ റിസൾട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കാൻ പ്രയാസമുള്ള വിഷയം ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരു അധ്യാപകൻ ഒരാളെ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ, ആ കാലത്താണേ ഒരാളെ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ ആൾ രാജാവാണ്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷ ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ദം ടു പാസ്. ഒന്നാമത് എന്താ വെച്ചാൽ ആ ഒരു ചെറിയ ഐലൻഡിൽ എന്താണ് ജീവിതത്തിൽ എക്സ്പീരിയൻസ്, ഇംഗ്ലീഷിൽ കൊടുക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ്. ഭാഷയ്ക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഭാഷയ്ക്ക് കുറച്ച് അനുഭവങ്ങൾ വേണമല്ലോ.
അപ്പോൾ ഈ അനുഭവങ്ങൾ ഇല്ലാണ്ടിരിക്കുമ്പം ഭാഷ ഡെവലപ്പ് ആവില്ല. അതുകൊണ്ട് അവരുടെ ഉള്ളിലേക്ക് നമുക്ക് എത്ര പറഞ്ഞാലും വൊക്കാബുലറി ഒന്നും കയറില്ല. കാരണം അവരുടെ ഉള്ളിൽ അവരൊരു 10, 300, 400 വൊക്കാബുലറി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോലെ ഒരുപാട് കാണാനില്ല, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടില്ല, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാഷ ശുഷ്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ പാസ്സാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു കുട്ടീനെ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ എന്ത് റെസ്പെക്റ്റ് ആയിരുന്നു. അവൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. കാരണം ഷിബു പാസ്സാക്കിയിട്ടുണ്ട് ഒരു കുട്ടീനെ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെ ഒരാൾ അത്രയും എഫേർട്ട് എടുത്താലാണ് പാസ്സാവുള്ളൂ. നല്ല പരീക്ഷയുടെയാണ് കേട്ടോ. പിന്നെ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഏരിയാസിലൊക്കെയാണ് എക്സാം, നോട്ട് സിമ്പിൾ റിട്ടൺ എക്സാംസ് മാത്രമല്ല. ആ തരത്തിൽ നല്ലൊരു സിലബസ് ആയിരുന്നു അവിടെ. IGSE നല്ലൊരു സിലബസ് ആയിരുന്നു പഠിപ്പിക്കാണ്ടായിരുന്നത്. ടഫാണ് ഇൻ ദ സെൻസ് ചോദ്യങ്ങളൊക്കെ നല്ല ടഫായിരിക്കും. നമ്മൾ തന്നെ ചോദ്യം ഉണ്ടാക്കണം. നമ്മൾ ടൈപ്പൊക്കെ ചെയ്ത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് ചോദ്യമൊന്നും വരില്ല. നമ്മൾ തന്നെ ചോദ്യമൊക്കെ ഉണ്ടാക്കണം. പിന്നെ ആനുവൽ എക്സാമിനേഷൻ മാത്രമാണ് വരുള്ളൂ. ആ സമയത്തൊക്കെ നമ്മൾ തന്നെ ചോദ്യം ഉണ്ടാക്കണം. അങ്ങനെ ടീച്ചേഴ്സ് എന്ന നിലയിൽ നമുക്ക് ശരിക്കും ഒരു മോഡൽ ടീച്ചിങ് എന്താണ് എന്ന് ഞാൻ ശരിക്കും പഠിച്ചത് അവിടെ നിന്നാണ്. അതാണ് ടീച്ചിങ് എക്സ്പീരിയൻസ് പറയാനുള്ളത്. കാരണം എവ്രിതിങ് നമ്മളവിടെ നിന്ന് പഠിക്കും. ഒന്ന് നമ്മൾ ദേഷ്യം, ഒരു അധ്യാപകൻ ഒരിക്കലും പാടില്ലാത്തതാണ് ദേഷ്യം. കാരണം അയാളുടെ ദേഷ്യമല്ലല്ലോ അയാളുടെ കഴിവ്, അയാൾ എത്രയും സോഫ്റ്റായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ, ആ ട്രാൻസാക്ഷൻ അയാൾക്ക് എബിലിറ്റി ഉണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. അതാണ് ടീച്ചിങ് കപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതവിടെ നമുക്ക് അവിടെ നിന്നാണ് ശരിക്കും മനസ്സിലായത്. അത് നമുക്ക് വേണ്ടത് ഒന്നാണ്. പിന്നെ ഇതുപോലെ എന്താ പറയുക, ഏത് വിഷയം എടുക്കാനും അല്ല ഏത് ക്ലാസ്സിലേക്ക് ചേഞ്ച് ചെയ്യാനും പറ്റണം. അത് ഇവിടെ ഇല്ല. അത് അവിടെ നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എക്സാം കുട്ടികൾക്ക് ഓപ്ഷൻ കൊടുക്കുക ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം ഓരോരുത്തരുടെയും താല്പര്യ മേഖല അനുസരിച്ച് അവർക്ക് വരാൻ പറ്റും. അത് ഈ 3 കാര്യങ്ങളും പിന്നെ ഈ പോലീസിങ്ങും ആ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നുള്ള വലിയ വ്യത്യാസമായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ DPP എന്നൊക്കെ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ അതേ രീതിയിലാണ് പ്രൈമറി ഒക്കെ അവിടെ നടന്നു പോകുന്ന കുട്ടികൾക്കൊക്കെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസും. അങ്ങനെ നല്ല ഒരു റിച്ച് എക്സ്പോഷറാണ് ശരിക്കും ഒരു അധ്യാപകൻ എന്നുള്ള എനിക്ക് അവിടെ കിട്ടിയില്ല. അവിടുത്തെ ഒരു മാട്രിയാക്കലാണ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ. അവിടുത്തെ ട്രൈബ് മാട്രിയാക്കലാണ്. മാട്രിയാക്കൽ എന്ന് പറഞ്ഞാൽ അമ്മ ഭരണമാണ്. അമ്മയാണ്, ലേഡിയാണ് അവിടുത്തെ പ്രധാന വ്യക്തി ഒരു കുടുംബത്തിൽ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളെ കൊണ്ടുവരിക, പിന്നെ നമ്മളിവിടുത്തെ അമ്മ PT ഉണ്ടല്ലോ, മദർ PT എന്നൊക്കെ പറയണ പോലെ അമ്മമാരാണ് വരിക. അപ്പം അച്ഛന്മാരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല എന്ന് പറയാം. അച്ഛന്മാരെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ കടലിൽ പോകുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷവും. തൊഴിൽ അവിടെ അങ്ങനെ കടലിൽ പോകുന്നവരാണ്. പിന്നെ കുറച്ച് പേര് നമ്മൾ ടൂറിസത്തിൽ പോകുന്ന ആൾക്കാർ. അവരെന്തായാലും നമ്മുടെ സ്കൂളിലേക്കും അച്ഛനായിട്ടൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അമ്മമാർ തന്നെയാണ് എല്ലാത്തിലും വരിക. അപ്പം ഈ മാട്രിയാക്കലിൻ്റെ ഒരു പ്രത്യേകത, അമ്മ ഭയങ്കര ലീഡിങ് റോളായിരിക്കും. പിന്നെ അവിടുത്തെ ഒരു സംഭവം, ഞാൻ കുട്ടികളെ സങ്കടമാണെന്ന് ശരിക്കും പറഞ്ഞാൽ, കുട്ടികൾക്ക് പറഞ്ഞാൽ ഇത്രയല്ലേ സ്ഥലമുള്ളൂ, കുറച്ച് ചെറിയൊരു ഏരിയയല്ലേ അവർക്ക് ഓടിക്കളിക്കാനൊക്കെ ഉള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളൊരു ഗ്രൗണ്ട് പോലെ ഒരു ചെറിയ സ്ഥലമുള്ളൂ അവർക്ക്. ചുറ്റും കടലാണ്. അവർ ജനിച്ചത് അവിടെ ആയതുകൊണ്ട് അവർക്കത് വലിയ പ്രയാസമില്ലാണ്ട് പോകുന്നുള്ളൂ. അപ്പോൾ എന്നോട് ചോദിക്കും, സാറിൻ്റെ രാജ്യം എത്രയുണ്ട്? നമുക്ക് മനസ്സിലാവും, ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവില്ല, നോ ചാൻസ്. അപ്പം ഇല്ല പറയുമെന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം പറയുമ്പോൾ ഇന്ന ഐലൻഡ് അവിടെ വലിയൊരു ഐലൻഡ് ഉണ്ട്, അതിന് എത്ര ഉണ്ടാവുമോ, മറ്റേതിന് എത്ര ഉണ്ടാവുമോ, 2-3 ഐലൻഡ് ചേർത്ത് വെച്ചാൽ എത്ര ഉണ്ടാവും? ഞാൻ പറഞ്ഞു 1,00,000 നിങ്ങളുടെ ഐലൻഡുകൾ. 1,00,000, 1 lakh, ഓ മൈ ഗോഡ്, 1,00,000 ഐലൻഡുകൾ ചേർത്താൽ പോലും എൻ്റെ മഹാരാജ്യമാവില്ല എന്നൊക്കെ പറയും. എന്നാൽ അവരുടെ ജീവിതത്തിൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ പലതും നമുക്കങ്ങനെയാണല്ലോ, ചിലതൊക്കെ കെട്ടുകഥകളായിട്ട് തോന്നും. നമ്മൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തത് മാത്രമേ നമുക്ക് വേറെ ആൾ പറഞ്ഞാൽ പോലും അത് കണക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് പ്രയാസമാണ്. അപ്പം അതിൻ്റെ ഒരു പ്രയാസം അവിടെ ഉണ്ടായിരുന്നു, അവിടുത്തെ ജീവിതത്തിൽ മൊത്തം. അപ്പം ജനങ്ങളുടെ ഒരു മെയിൻ ഹോബി വൈകുന്നേരം ഭയങ്കര ഫുട്ബോൾ, വോളിബോൾ കളിക്കാരൊക്കെയാണ്. നമ്മളൊക്കെ വോളിബോൾ കളിച്ചിട്ടുണ്ട് അവിടെ. ശരിക്കും ഭയങ്കര ടീമൊക്കെയാണ്, ടീം സ്പിരിറ്റും ഭയങ്കര ജേഴ്സിയും അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ്. രാത്രി ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി ഞങ്ങൾ ഈ ഹണ്ടിങ്ങിന് പോകും. ഹണ്ടിങ് മീൻസ് ഹണ്ടിങ് എന്നൊക്കെ പേര് കേൾക്കുമ്പം മീൻ പിടിക്കാൻ പോകും. മീൻ പിടിക്കാൻ ഹണ്ടിങ് എന്നാണ് പറയുക. അപ്പം നമ്മൾ അടുത്ത ഐലൻഡിലേക്കൊക്കെ പോവാം. അപ്പം വേറെ വഴിയൊന്നുമില്ല കളിക്കാനും. ഇത് 2 മാർഗ്ഗങ്ങളാണല്ലോ. അപ്പം ഹണ്ടിന് ഇപ്പോൾ നമ്മളെ കൂടെ അവിടുത്തെ ഒരു നാട്ടുകാരനുണ്ടായിരുന്നു, ഷക്കീബ് എന്ന് പറഞ്ഞൊരു നാട്ടുകാരനായിരുന്നു. അപ്പോൾ അവൻ നല്ല കമ്പനി, ഇപ്പോഴും അവനൊക്കെ വിളിക്കാറുണ്ട്. അപ്പം അവനൊരു ചെറിയ ബോട്ടൊക്കെ ഉണ്ട്. അവനൊക്കെ ബോട്ടൊക്കെ പിടിച്ച് നമ്മൾ അടുത്ത ഐലൻഡിലൊക്കെ പോകും. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹരമാണ്. നമ്മളിപ്പം എന്താ പറയുക, കടലും സുനാമിയും പിന്നെ അപകടമൊക്കെ അങ്ങ് മറക്കും. അവിടെ നമ്മൾ സാധാരണ പഴയ നാട്ടിൻപുറത്തുകാരനും പിന്നെ യുവാവും ഒക്കെ ആയിട്ട് അങ്ങ് അടിച്ചു പൊളിക്കും. അവിടെ കടലിലൂടെ അവിടെ മീൻ പിടിച്ചിട്ട് നല്ല മീൻ കിട്ടിയാൽ നമ്മളിങ്ങനെ അതിനെ എന്താ പറയുക, നമ്മളെ ചുട്ട് തിന്നൊക്കെ ഇല്ലേ,
നമ്മളെ കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ചെയ്യുന്ന പോലെ ഭയങ്കര രസം. അതിനൊക്കെ ഭയങ്കര അവർക്കതൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്യാം. എന്ത് ചെയ്യുകയാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സ്റ്റൈലാണ്. നമ്മളെ പോലെ ഒപ്പിച്ച് ചെയ്യുന്ന പരിപാടിയില്ല. അതുകൊണ്ട് എല്ലാം പെർഫെക്റ്റ്, എല്ലാം തുടച്ച് നീറ്റാക്കി വെച്ച് വെയിറ്റ് നല്ല മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ ഡിസ്പ്ലേ എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അവരെല്ലാം കൊണ്ടുപോയിട്ട് പോവാം. നമ്മൾ പിന്നെ ഒരു ഇതിന് പിക്നിക്കിനൊക്കെ പോകുന്നവരെല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോകും. അപ്പോൾ ഐലൻഡ് പോയി കഴിഞ്ഞാൽ ഐലൻഡിൽ മനുഷ്യനില്ല. അതാണ് ഐലൻഡ് പറഞ്ഞാൽ അൺഇൻഹാബിറ്റഡ് ഐലൻഡാണ്. അതിൻ്റെ പേര് മത്തി കമാൻഡോ. ഈ കമാൻഡോ എന്ന് എൻ്റെ ഐലൻഡിൻ്റെ പേര്. എൻ്റെ അടുത്തുള്ള പേരായതുകൊണ്ടാണ് മത്തി കമാൻഡോ എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ സുനാമി അടിച്ച സമയത്തുണ്ടല്ലോ, ഞാൻ കഥ കേട്ടാണ്, ഈ സുനാമി അടിച്ച സമയത്ത് ഈ മത്തി കമാൻഡും തമ്മിലുള്ള വെള്ളം അങ്ങ് വാർന്നു പോയത്രേ. അപ്പം ഇവിടെ നടന്നിട്ട് അവിടം വരെ പോകാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പം ഈ കോറൽ റീഫ്സാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഒരു ഐലൻഡായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആ വെള്ളം അങ്ങോട്ട് വാർന്നു പോയി, വലിഞ്ഞു പോയി. നമ്മൾ കടലൊക്കെ വലിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത്. അപ്പം അവിടുത്തെ ആൾക്കാർക്കൊക്കെ മനസ്സിലായി എന്തോ ഒരു അപകടം വരുന്നുണ്ട് പറഞ്ഞിട്ട് അവരൊക്കെ കുറേ രക്ഷപ്പെടാൻ മാർഗ്ഗമൊന്നുമില്ല. ഒരു സുനാമി വന്നാൽ തീരാവുന്ന കാര്യമുള്ളൂ. സുനാമി വേണമെന്നില്ല, ജസ്റ്റ് ഒരു ഫ്ലഡ് വന്നാൽ ഒരു തിരമാല വലുതാൻ തീരാവുന്നേ ഉള്ളൂ. അങ്ങനെ കുറേ പേര് മരിച്ചു. അതൊരു വേറെ കഥ. അത് കേട്ട കഥയായതുകൊണ്ട് എൻ്റെ അനുഭവം ഇല്ല കേട്ടോ. അപ്പം ഇവിടെ ഞാൻ അനുഭവിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഐലൻഡിൽ പോയിട്ട് നമ്മളിങ്ങനെ മീൻ പിടിക്കുകയും അങ്ങനെ ജോളിയൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും നാട്ടിൽ നിന്ന് പിന്നെ വിളി വരിക. എന്താ അവിടുത്തെ ഭാഷയിൽ നമുക്ക് ഈ സുനാമി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പം ആ സമയത്ത് തുടർച്ചയായിട്ട് സുനാമി അലേർട്ട്സ് ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ പോയതുകൊണ്ട് എൻ്റെ വീട്ടിലെ എല്ലാവരും ഈ അവിടുത്തെ എന്താ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ സുനാമി അലേർട്ട് പ്രഖ്യാപിക്കും. ഇന്ത്യൻ ഓഷ്യനിൽ സുനാമി അലേർട്ട്. അപ്പം നമ്മൾ ഈ ഐലൻഡിൽ നിന്ന് ഐലൻഡിൽ പോയിട്ട് ഒരു കടലിൻ്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും സുനാമി അലേർട്ട് പറഞ്ഞ് അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുക, വൈഫൊക്കെ വിളിക്കുക. അപ്പോൾ എന്താ തോന്നുക? ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര ബേജാറൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഷനൊക്കെ ആയി എന്താ ചെയ്യുക, അങ്ങോട്ട് ചോദിക്കും, ഇവനോട് ചോദിക്കും, ആരോടെങ്കിലൊക്കെ പറയട്ടെ എന്താ ചെയ്യുക. പിന്നെ അവിടെ തന്നെ താമസിച്ച ആൾക്കാർ പറയും ഒന്നുമില്ലടാ, നത്തിങ്, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ പിന്നെ നമ്മളൊന്നും സംഭവിക്കില്ല എന്നൊന്നും. പക്ഷേ ഇതുവരെ അവിടെ നിന്നിട്ട് സുനാമി അലേർട്ടല്ലാതെ ഞാൻ ശരിക്കും സുനാമി അവിടെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ സുനാമി അടിച്ചിട്ടില്ല. ചെറിയൊരു ഫ്ലഡ് വരിക, കുറച്ച് വെള്ളം കയറുക, അങ്ങനെയൊക്കെ ചെറിയ ഒരു പേടിപ്പിക്കലല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഇതിൻ്റെ ആ ഐലൻഡിൽ പോകുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക. അവിടെ രാത്രി ഇങ്ങനെ ഇരിക്കുമ്പം ചെറിയ ഉരകങ്ങൾ മാത്രമേ ഉള്ളൂ. മീൻസ് നമ്മളെ ആദ്യമായിട്ട് അങ്ങനെയാണല്ലോ കടലിൽ നിന്ന് ഇങ്ങനെ ചെറിയ ഉരകങ്ങളാണല്ലോ വന്നത്. ആ ഉരകങ്ങൾ ഇപ്പോഴും ഇങ്ങനെ പേരറിയാതെ നമ്മൾ ചെറിയ ഓന്ത് വരണ പോലെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ശക്തമായിട്ടുള്ള ഭീകരമായ വിഷമുള്ള പാമ്പുകളുണ്ട് പറഞ്ഞിട്ട് ഒരു ഈൽ എന്നൊക്കെയുള്ള മീനുണ്ട്. ഞാനത് ഒരു തവണ ഞാൻ രക്ഷപ്പെട്ടത്, എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. നേരോ എസ്കേപ്പ് എന്നൊക്കെ പറയണ പോലെ അവൻ ഷക്കീബിനെ ഒരുപാട് ചീത്ത പറഞ്ഞു തന്നിട്ട്. കാരണം ഞങ്ങളിങ്ങനെ ബോട്ടിങ്ങനെ ഒരു ഐലൻഡിലിങ്ങനെ അടുപ്പിക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഹരായത്തിലിങ്ങനെ ചാടി ഇറങ്ങില്ല. നമ്മളിങ്ങനെ ബോട്ട് എത്തുന്നതിന് മുന്നേ വെള്ളത്തിലേക്ക് ചാടുമല്ലോ. കുറച്ച് ഷാലോ സീ ആണ്, കാണാൻ പറ്റും, അടിഭാഗം കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ചാടി ഇറങ്ങി അങ്ങനെ ജോളിലേക്ക് പോകുമ്പോൾ ഈ സാധനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിയത്, ഈ ഈലിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിയത്. അത് കുത്തി വിഷമടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മരിക്കുന്നതാണ് പറയുക. എങ്ങനെയോ അവൻ വിളിച്ചു പറഞ്ഞു പിടിച്ചെന്നെ ഉള്ളിലേക്ക് ബോട്ടിലേക്ക് കയറ്റുന്നൊക്കെ സീൻ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്. പിന്നെ അവൻ പറഞ്ഞു ജസ്റ്റ് അവിടെ നിന്ന് കുത്തി കഴിഞ്ഞാൽ പിന്നെ എവിടെയും കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡെത്താവും. അപകടകരമായിട്ടുള്ള സീ സ്നേക്സ് ഉണ്ട്, ഡേഞ്ചറസ് ആയിട്ടുള്ള. അപ്പോൾ നമ്മളത് അവിടുത്തെ രാത്രിയൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളൊന്നും കാണുന്നില്ലല്ലോ. പക്ഷേ എല്ലാം ഈ നമ്മൾ മനുഷ്യർ തൊടാത്ത സ്ഥലമായതുകൊണ്ട്, അൺഇൻഹാബിറ്റഡ് ഐലൻഡ് ആയതുകൊണ്ട് അവർ ഈ പറഞ്ഞമായിട്ടുള്ള വളരെ അപകടകരമായ സ്നേക്സ് ഉണ്ട്. പക്ഷേ നമ്മളെ യൗവനത്തിൽ നമ്മൾ ഭയങ്കര അടിച്ചുപൊളിയല്ലേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഭയങ്കര ചിക്കനും ഒക്കെ ഉണ്ടാക്കി മീനും ഒക്കെ കിട്ടും, ബീഫ് കിട്ടും, നല്ല ബീഫൊക്കെ കട്ട് ചെയ്ത് എല്ലാം നല്ല പ്രിപ്പറേഷനൊക്കെ ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവാം. അവിടെ പോയി നമ്മളെല്ലാം ട്രീറ്റൊക്കെ ചെയ്ത് അവിടെ നിന്ന് അടിച്ചു പൊളിച്ച് തിരിച്ചു വരിക. അപ്പോഴത്തേക്കും രാത്രി തിരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ പെടുക. ചില സമയത്ത് സീ അങ്ങോട്ട് റഫാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അവിശ്വസനീയമാണ്. ഈ സീ റഫായി കഴിഞ്ഞാൽ ചെറിയ ദൂരമേ ഉള്ളൂ, 2-5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അവിടെ നിന്ന് എത്തില്ല. ചെറിയ ബോട്ട് ഇങ്ങനെ അങ്ങോട്ട് കളിക്കും. നമ്മൾ ടോസിങ് ലൈക്ക് എനിത്തിങ് എന്ന് പറഞ്ഞവരിങ്ങനെ ആടി ഉലഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുത്ത് നമ്മൾ ഈ ഒരു 5 കിലോമീറ്റർ പാസ് ഔട്ട് ചെയ്ത് വരാം. പിന്നെ കുറച്ച് ദൂരത്തേക്ക് കഴിഞ്ഞ് ഇവന്മാരെന്ത് ചെയ്യും, നമ്മളെ മാൽഡീവിയൻസ് ചാടി നീന്തി പോകും. അവർ അതിന് എക്സ്പേർട്സാണ്. നിങ്ങൾ മെല്ലെ വന്നോളി പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഞാനിവിടെ ഇറങ്ങി നടക്കാമെന്ന് പറയുന്ന പോലെ ഉള്ളവർക്ക്. നമ്മൾ ഈ ബോട്ട് പെട്ട് നമ്മൾ ശരിക്കും അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം പിന്നെ നമ്മളിനി ഞാൻ പോകില്ല, അടുത്തേക്ക് പോകില്ല ഇരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരിക്കലും ഞാനിവിടുന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതാൻ വന്നു. PSC പരീക്ഷ, +2 ഒരു പരീക്ഷ ഉണ്ടായിരുന്നു, ടീച്ചറെ പരീക്ഷ. അത് എഴുതാൻ വന്നിട്ട് തിരിച്ചു പോവുക.
ഇവിടുന്ന് പോയതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് ഇങ്ങനെ അവിടെ എത്തി ഫെറിയെല്ലാം കിട്ടി. ഫെറി കിട്ടിയിട്ട് ഇങ്ങനെ കുറേ ദൂരം പോയപ്പോൾ ഫെറി ഉണ്ട് ഓഫായി കിടക്കുന്നു. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഓഫായി. നമ്മളൊന്നും അറിയില്ല, നമ്മളിങ്ങനെ ഉണർന്ന് നോക്കുമ്പം ഫെറി ഓഫാണ്. അപ്പോൾ എന്തോ ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ ഒരു ഐലൻഡ്, പിന്നെ ഐലൻഡ് വളരെ ഒരു ഷാബി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് ആകെ ഒരു ടെലിഫോൺ ബൂത്തേ ഉള്ളൂ. അവിടെയൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലോകമാണത്. അവിടുന്ന് രക്ഷപ്പെടാം. അപ്പോൾ രാത്രി ഇവിടെ കിടക്കാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്കും തോന്നിയിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല ഇവിടെ കിടക്കേണ്ട കാര്യം. ഞാൻ വണ്ടി ഇപ്പം വരികയായിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ അതൊന്നും ഫെറിയില്ല, വണ്ടിയില്ല, നമ്മളിവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാത്രിയാവുകയാണ്. ഇപ്പോൾ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കഴിഞ്ഞാൽ ഇപ്പം ഈ കടലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കടലിങ്ങനെ എന്താ പറയുക, ഈ മീനുകളിങ്ങനെ പറക്കുന്ന മീനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷേ പറക്കുന്ന മീനുകൾ ഇങ്ങനെ പാറി ഇങ്ങനെ പോകും, ഇങ്ങനെ തിളങ്ങിയിട്ട് ഇങ്ങനെ നക്ഷത്രങ്ങളെ പോലെ ഉണ്ട് താഴത്ത്. അതിങ്ങനെ കണ്ടുതരാൻ കുറേ നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്നു. അപ്പം എൻ്റെ കൂടെ അവിടെ ഒരു നേഴ്സൊക്കെ ഉണ്ട്, അവളും അവിടെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് നല്ലൊരു സ്പീഡ് ബോട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിലൊരു നമ്മളെ ഐലൻഡിലെ വലിയൊരു ബോസുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു സ്പീഡ് ബോട്ട് അറേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു യാത്ര ഉണ്ടായിരുന്നു. അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു യാത്രയാണ്, അവിശ്വസനീയമായ യാത്രയാണ്. ജീവനും പിടിച്ചിരുന്നതിൻ്റെ ഒരു കാഴ്ച എനിക്ക് പറയാൻ പോലും പറ്റാത്തൊരു സീനാണത്. ഒരു 2-3 മണിക്കൂർ കടലിലൂടെ അലഞ്ഞു പോയി ഞങ്ങൾ. ഈ പറഞ്ഞ ഒരു ഐലൻഡ് വന്നപ്പം നമ്മളൊരു ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തിട്ടേ പോവാം. പക്ഷേ ലൈഫ് ജാക്കറ്റൊക്കെ ഒന്നും എടുക്കാൻ സമയം കിട്ടില്ല, ബാഗ് പോലും എടുക്കാൻ പറ്റില്ല. അതൊക്കെ അവർ കൊണ്ടുത്തരുമെന്ന് പറഞ്ഞു. നമ്മൾ ജസ്റ്റ് നിങ്ങൾ വരുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ സൈഡ് റോൾ കയറില്ല, ഇങ്ങനെ എന്താ പറയുക, ഓട്ടോ ശരിയാക്കി ഒരാൾ അടുത്തിരിക്കാൻ പറയില്ലേ, 4 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു സ്പീഡ് ബോട്ടാണ്. അതിലൊരു മരത്തിൻ്റെ മുകളിൽ നമ്മൾ ഇരിക്കുന്നു. ഞാനുണ്ട്, 2 ഐലൻഡേഴ്സ് ഉണ്ട്, ഈ നേഴ്സും ഉണ്ട്. 4 പേരും കൂടെ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് ബോട്ടിൻ്റെ പോക്ക് അങ്ങനെയാണല്ലോ. നമ്മളിങ്ങനെ ഈ കടൽ വെള്ളത്തിനൊരു ഷോക്ക് അബ്സോർബ് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ശരിക്കും പാറേൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലെ ഒരു പോക്കാണ്. അതിലങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, നമ്മൾ ജീവനില്ല മരിച്ചുപോയി എന്നൊക്കെ വിചാരിച്ച ഒരു വല്ലാത്ത സീനിലാണ് കുറേ ദൂരം പോയത്. കുറേ ദൂരം തന്നെ അവർക്ക് വഴിതെറ്റിയിട്ട് എവിടേക്കോ പോയി. ഞങ്ങളിങ്ങനെ എന്താ പറയുക, കുതിര നമ്മൾ കെട്ടി വലിക്കില്ല, നമ്മൾ ചരളിൽ കൂടെ വലിക്കില്ല, അങ്ങനെ തോലൊക്കെ പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു യാത്ര, വിവരിക്കാൻ പറ്റാത്ത യാത്ര. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ എന്താ പറയുക, നമ്മളിപ്പം ഒരാളും പിടിച്ചേക്കാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മൾ കെട്ടി പിടിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ കെട്ടി പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഡ്രൈവർ ഇങ്ങനെ അടിച്ച് പമ്പ സ്പീഡിൽ വിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അത് പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. എത്രയും അവിടെ ഷാർക്കും മറ്റൊക്കെ ഉള്ള സീയാണ്, നൈറ്റാണ്, ഡേഞ്ചറസ് സമയമാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നിർത്താനൊക്കെ പറയുന്നുണ്ട്, ദർ ഇസ് നോ ഓപ്ഷൻ, നിർത്താനുള്ള യാതൊരു സാധ്യതയില്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മരിച്ചു. ഓൾമോസ്റ്റ് നമ്മൾ തീർന്നു, കഴിഞ്ഞു. ചുറ്റും ഇരുട്ടാണ്, ഇരുട്ട് പറഞ്ഞാൽ കട്ട ഇരുട്ട്. നമ്മളിങ്ങനെ അങ്ങനെ താന്നു പോകും. ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഇത്രയും വലിയ തിരമാലകളൊക്കെ ഉണ്ടോയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഒരു തെങ്ങിൻ്റെ ഉയരത്തിലേക്ക് തിരമാലകൾ, നമ്മളിങ്ങനെ ഒരു ഗർത്തത്തിനുള്ളിൽ കൂടി ഇങ്ങനെ പോകും. എന്നിട്ടിങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടുവരുന്നവരിങ്ങനെ പൊന്തി വരും. പിന്നെ നമ്മൾ കാണുക ഏറ്റവും ടോപ്പിൽ ഈ ഒരു ഐലൻഡ് മാത്രം. അങ്ങനെ ഒരു 100-200 സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഛർദിയും, നമ്മളുണ്ടാവില്ല. പിന്നെ നമ്മളെ സെൻസ് 0 ആയിരിക്കും, നമ്മളെ സെൻസ് പിന്നെ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ പോയി എനിക്ക് മനസ്സിലായി. കുറേ കഴിഞ്ഞപ്പം അവിടെയോടെ നിർത്തിയിട്ടിട്ട് അവരെന്നെ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ 2 പേരും നേഴ്സും ഉണർന്നത്. ബാക്കിയുള്ള അവർ പിടിച്ചു നിന്നു, ഞങ്ങളെല്ലാം അൺകോൺഷ്യസ് ആയി പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ച് അവിടെ നിർത്തിയപ്പം വഴിതെറ്റിപ്പോൾ 7 സ്ഥലത്ത് നിർത്തി, അവർക്കത് ബോട്ട് തകരാറായി, എന്തെങ്കിലുമൊക്കെയോ പ്രശ്നങ്ങൾ. അതൊരു വല്ലാത്തൊരു ജീവൻ മരണ യാത്രയായിരുന്നു അത്. പിന്നെ അതിൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, ഒരു അനുഭവം, അങ്ങനത്തെ അനുഭവം പിന്നെ എനിക്ക് നേരിട്ടേണ്ടി വന്നിട്ടില്ല. ഞാനത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് പിന്നെ ഞാൻ സ്പീഡ് ബോട്ട് കയറാറുള്ളത്. കാരണം സ്പീഡ് ബോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഇത്ര വലുപ്പം ലൈഫ് ജാക്കറ്റ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഞാനില്ല, അങ്ങനത്തെ യാതൊരു പരിപാടിക്കുമില്ല. കാരണം തമാശയ്ക്ക് പോലും കയറിയിരുന്നാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും എത്തിക്കിട്ടണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയമില്ല. നമ്മളിപ്പം ചില സമയത്ത് പറയില്ല, അങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു പറയില്ലേ, അങ്ങനത്തെ ഒരു അനുഭവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.